എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയാലോ? നൊടിയിടയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിത് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുമുള്ളൂ. ബാറ്റർ തയ്യാറാക്കി അപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചായ തിളയ്ക്കുന്ന അത്രയ്ക്ക് സമയം മാത്രമേ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. കുറേ ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു പലഹാരം കൂടിയാണ്. ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ? ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റവയാണ് ആവശ്യം. ഞാനിവിടെ ഒരു 1.25 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. വറുത്തിട്ടുള്ള റവ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് ബേക്കിംഗ് സോഡയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇവ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ പഞ്ചസാരയും ബേക്കിംഗ് സോഡയും എല്ലാം ഈ റവയുടെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മുട്ടയാണ് ആവശ്യം. 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. മുട്ടയൊക്കെ എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 മുട്ടയും ഒരു ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും പഞ്ചസാരയും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ട് കുറേശ്ശെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റവ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ. പെട്ടെന്ന് നമുക്കൊരു സ്നാക്സൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ്. ഞാനിവിടെ എടുത്ത 3 മുട്ടയ്ക്ക് 1.25 കപ്പ് റവ കറക്റ്റ് പരുവാണ്. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പം ചേർത്ത് കൊടുക്കുന്ന റവയുടെ അളവിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. മധുരമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ. മുട്ട ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആ മുട്ടയുടെ കുത്തലൊന്നും ഈ സ്നാക്സിന് ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഏലക്കാപ്പൊടിയുടെ ടേസ്റ്റിലൊക്കെയാണ് ഈ ഒരു പലഹാരം നമ്മൾ റെഡിയാക്കി വരുമ്പോൾ വരത്തുള്ളൂ. അല്ലാതെ മുട്ടയുടെ കുത്തലൊന്നും ഉണ്ടാകുകയുമില്ല. മുട്ടയുടെ ബാറ്ററിലോട്ട് റവയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുകയാണ്. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. 2-3 മിനിറ്റ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. റവ ആയതുകൊണ്ട് നല്ല തരിതരിപ്പായിട്ടാണ് ഈ പലഹാരം തയ്യാറാക്കി എടുത്താൽ കിട്ടുന്നത്. ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കണമെന്നെങ്കിൽ 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഈ ബാറ്ററിൻ്റെ പരുവെന്ന് പറയുന്നത് ഈ ഒരു പരുവാണ്. ഒത്തിരി ലൂസുമല്ല, എന്നാൽ ഒത്തിരി ടൈറ്റുമല്ലാത്ത ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചെടുത്തിട്ട് നല്ലപോലെ ഓയിൽ ചൂടായ ശേഷം മാത്രമേ ഇതുപോലെ ചെറിയ നുള്ളുകളായിട്ട് ഇട്ട് കൊടുക്കാവൂ. ഒത്തിരി വലുപ്പത്തിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പുറംവശം പെട്ടെന്ന് തന്നെ മുരിഞ്ഞു വരും, ഉൾവശം വെന്ത് കിട്ടില്ല. ചെറുതായിട്ട് ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുത്താൽ മതി. ഓയിൽ നല്ലതുപോലെ ചൂടായ ശേഷം ഈ ബാറ്റർ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. റവ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറവശം അങ്ങ് മുരിഞ്ഞ് കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഓരോ നുള്ളും ഇട്ട് കൊടുക്കാൻ. നമ്മൾ ചെറിയ നുള്ളുകളാണ് ഇട്ട് കൊടുത്തത്. കണ്ടോ, അതിൻ്റെ വലിപ്പം ഒന്നും കൂടെ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ നുള്ളുകളെ ഇട്ട് കൊടുക്കാവൂ. ഒരു സൈഡ് ആയപ്പോൾ ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പുറവശം കരിഞ്ഞു പോകും. തിരിച്ചും മറിച്ചുവിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നിമിഷ നേരത്തിൽ ഇത് തയ്യാറാക്കി അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒരു പരന്ന പാനാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. കാരണം ചെറിയ ചെറിയ നുള്ളുകളാകുമ്പോൾ കുറച്ച് സമയം എടുക്കും നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം പരന്ന ഒരു പാത്രമാണെങ്കിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. രുചികരമായ തരിമുട്ടയെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. റവ പോലെ പുറവശം നല്ല തരിതരിപ്പോടുകൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. നല്ല കറുകറാന്ന് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും.
ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. കണ്ടോ, പുറവശം നല്ല മൊരുമൊരാന്ന് മൊരിഞ്ഞിരിക്കും, ഉൾവശം നല്ല സോഫ്റ്റുമാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ചൂടാറി കഴിയുമ്പോൾ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം തന്നെ ഇത് പുറത്ത് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല റെസിപ്പീസുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.